രാത്രി 1:35 സമയം കേട്ടോ. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കോഴിക്കോട് വിട്ടാലോ എന്നുള്ള പ്ലാൻ ഉണ്ടായി. അങ്ങനെ കുറച്ച് ഡിസ്കഷൻസൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ നേരെ വണ്ടി കയറി കോഴിക്കോട്ടേക്ക് വിട്ടു. ഒരു 10 മണിയൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഓൾമോസ്റ്റ് ഒരു 12-12:30 ആവുന്ന ആ ഒരു സമയമായപ്പോഴേക്കും നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ കോഴിക്കോട് എത്തിയിട്ടോ. കോഴിക്കോട് പിന്നെ നമ്മുടെ ബ്രദർ ഉണ്ട്, അപ്പോൾ അവനെ ഹോസ്റ്റലിൽ നിന്ന് പൊക്കിയിട്ട് ഒന്ന് കറങ്ങുക എന്നുള്ള പ്ലാനാണ്. അപ്പോൾ നേരെ നമ്മൾ പോയത് ബീച്ച് സൈഡിലേക്കാണ് കേട്ടോ. അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു മന്തിക്കട കണ്ടു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും മന്തി കണ്ടാൽ നമ്മളൊന്ന് അറിയാതെ അങ്ങോട്ട് എത്തിപ്പോവും. സോ അങ്ങനെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയി. നേരെ ബീച്ചിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു മന്തി ഷോപ്പായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആംബിയൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ആൻഡ് ഫുഡും നല്ലതായിരുന്നു. നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി 1 മണി ആ ഒരു സമയം ആണെന്നുണ്ടെങ്കിൽ കൂടി എല്ലാവരും നല്ല പോളിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡും വലിയ മോശം പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളും സർവീസും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ വാഷ് ഏരിയ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിട്ടോ. കുറച്ച് എന്താ പറയുക, ചെടികൾ, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ അതിൻ്റെ ക്ലിപ്പ് എടുക്കാനൊക്കെ വിട്ടുപോയി. അതിന് മുകളിലും ഡൈനിങ് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മുകളിലൊന്ന് പോയി നോക്കി. പിന്നെ നമ്മൾ താഴെ തന്നെയാണ് ഇരുന്നത്. കണ്ടോ, ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നല്ല ചൂട് മന്തി വന്നു. ഈ നട്ടപ്പാതിരൊക്കെ എന്ത് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മൾ നേരെ വിട്ടത് ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ചിലെത്തിയപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. എന്താണെന്നല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1:35 എന്നുള്ള ടൈം ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ആ സമയത്തെ ബീച്ചിലെ ക്രൗഡാണ് നിങ്ങൾ കണ്ടുകൊണ്ട്